സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സമാധാനത്തിന്റെ ഓർമ്മകൾ ഉണർത്തുന്നതാണ് ക്രിസ്മസ്. ക്രിസ്മസ് അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സമ്മാനം നൽകിയ ദിവസം കൂടിയാണ് എനിക്ക്. എൻ്റെ അപ്പനമ്മയ്ക്കും ഞങ്ങൾ 5 മക്കളാണ്. എനിക്ക് 2 ചേട്ടന്മാരും 2 ചേച്ചിമാരാണ് ഉള്ളത്. നമ്മൾ ക്രിസ്മസിലെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ അയൽ വീടുകളിലെല്ലാം പോയി കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് അതുമാതിരി നമ്മുടെ പറമ്പിലെല്ലാം ചുറ്റി നടന്ന് കുറേ സാധനം കളക്ട് ചെയ്താണ് പുൽക്കൂട് ഉണ്ടാക്കണേ. ഇന്നത്തെ പോലെ അന്ന് കടകളിൽ ഇത്രയും സാധനങ്ങൾ കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരു പുൽക്കൂട് ഉണ്ടാക്കി. പിന്നെ നക്ഷത്രമെല്ലാം കോലുകളൊക്കെ വെച്ച് കെട്ടി നമ്മളൊരു വലിയ നക്ഷത്രം ഉണ്ടാക്കും. ഇന്നത്തെ പോലെ LED ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. അന്നത്തെ LED ലൈറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പിയിൽ മണ്ണെണ്ണ നിറച്ച് തിരി വെച്ച് കത്തിച്ച് നക്ഷത്രത്തിനുള്ളിൽ വെക്കും. അങ്ങനെ രാത്രി മുഴുവൻ കത്തിക്കഴിയുമ്പോൾ പകൽ സമയത്ത് നക്ഷത്രം താഴേക്ക് ഇറക്കി നമ്മൾ തിരികെടുത്തി വെക്കും. വീണ്ടും രാത്രിയാകുമ്പോൾ നക്ഷത്രം തൂക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ മണ്ണെണ്ണ തിരി വെച്ച് കുപ്പിയിൽ നിറച്ച മണ്ണെണ്ണ തിരി വെച്ച വിളക്കെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ LED ലൈറ്റ് നമ്മൾ വെക്കും. അങ്ങനെയാണ് നമ്മൾ എല്ലാ ദിവസവും നക്ഷത്രം കത്തിച്ചിരുന്നത്. അപ്പം നമുക്ക് കരോളെല്ലാം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചരട് കെട്ടി ചരടിലൂടെ ഈ നക്ഷത്രം നമ്മൾ മുറിയിൽ ഇങ്ങനെ ചരട് വലിക്കും. അപ്പോൾ നക്ഷത്രം ഇങ്ങനെ വഴികാട്ടി പോലെ, ക്രിസ്തുവിൻ്റെ നാളിൽ സംഭവിച്ച വഴികാട്ടി പോലെ നക്ഷത്രം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര മാജിക് പോലെ നമ്മൾ അതൊക്കെ ചെയ്യാറ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തെ സംഭവമാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ, വീട്ടിൽ ക്രിസ്മസ് പപ്പ വരാണ്, കരോൾ ഗാനം പാടിക്കൊണ്ട് അവരൊക്കെ വരാണ്. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര ആഹ്ലാദത്തിൽ സന്തോഷത്തിൽ ഞാനും ചേട്ടനും ബോബനും മോളിയെ പോലെ ഞാനും ചേട്ടനും ഇങ്ങനെ ചരട് മാജിക് ചെയ്യണ പോലെ ചരട് വലിക്കുക. അപ്പം എല്ലാവരും ഇങ്ങനെ കൗതുകത്തോടെ നോക്കിക്ക, ഈ നക്ഷത്രം മുന്നിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ ചരട് വലിക്കുന്നു. അപ്പോൾ പാപ്പേനെ കണ്ട സന്തോഷത്തിൽ എനിക്ക് മാജിക്, നമുക്ക് ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, മാജിക് ഭയങ്കരമായിട്ട് ചെയ്യണമെന്ന് ആ തീവ്രമായ ആഗ്രഹം വന്നപ്പോൾ ഞാൻ നല്ല ശക്തിയിൽ അങ്ങോട്ട് ചരട് വലിച്ചു. ദാ കിടക്കണം നമ്മുടെ നക്ഷത്രം, ചരട് പൊട്ടി നക്ഷത്രം താഴേക്ക് വീണു. കറക്റ്റ് പ്ലാൻ ചെയ്ത പോലെ നക്ഷത്രം പാപ്പയുടെ തലയിലേക്ക് വീണു. പാപ്പ മണ്ണെണ്ണയിൽ കുളിച്ച് നിൽക്കുകയാണ്. അതുവരെ കരോൾ ഗാനം പാടിയിരുന്ന പാപ്പ പിന്നെ വേറെ പാട്ട് പാടാൻ തുടങ്ങി. കരോൾ കഴിഞ്ഞ ശേഷമാണ് ആ റിയൽ സമ്മാനം എനിക്ക് കിട്ടി. അടിയുടെ പെരുന്നാള്. അപ്പൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടി. ചേട്ടനും കിട്ടി, എനിക്കും കിട്ടി. പക്ഷെ ചരട് വലിച്ചത് ഞാനായിരുന്നല്ലോ മെയിനായിട്ട്. അതുകൊണ്ട് കൂടുതൽ അടി എനിക്ക് കിട്ടി. ആ അടി ഇന്നലെ നടന്ന പോലെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ആ മധുരമായ ഓർമ്മ ഇന്ന് ഇപ്പോൾ എനിക്ക് അതേ അളവിൽ എനിക്ക് ഓർക്കാൻ സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ നമ്മൾ ആ ക്രിസ്മസ് കുർബാനയ്ക്ക് പോകുന്നത്, പാതിര കുർബാനയ്ക്ക് പോകുന്നത് നല്ലൊരു ഓർമ്മയാണ്. നമ്മൾക്ക് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി, ചേട്ടാ എഴുന്നേക്ക്, പൗലോസേട്ടാ എഴുന്നേക്ക്, റിയ വാടി, സമയമായി, വാ പോവാം എന്ന് കൂകി അയൽവക്കക്കാരെ വിളിക്കും. അങ്ങനെ അയൽവക്കക്കാരും ഞങ്ങൾ വീട്ടുകാരും എല്ലാവരും കൂടി പാതിര കുർബാനയ്ക്ക് ഒരു പോക്കുണ്ട്. വർത്താനൊക്കെ പറഞ്ഞ് ചിലർ ഉറക്കം തൂങ്ങി കൊച്ചുങ്ങളെ എടുത്ത് എന്തൊരു രസമാണ്. ആ യാത്ര ഇപ്പോഴും നല്ല മധുരമായ ഓർമ്മയായിട്ട് മനസ്സിലുണ്ട്. എല്ലാവർക്കും ഇതുപോലെ മധുരമായ ഓർമ്മകൾ നൽകുന്ന ക്രിസ്മസ് ഞാൻ ആശംസിക്കുന്നു.